ഇന്ന് നമുക്ക് കപ്പ കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഈ പയറിന് നിങ്ങൾ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. വൻപയറാണ് ഞാൻ പറയാറ്. ഈ പയർ നല്ലോണം കുതിർത്തിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഇല്ല നിങ്ങൾ രാത്രി കുതിർക്കാനിട്ട് രാവിലെ കുതിർത്ത് വൈകുന്നേരമോ ഉണ്ടാക്കിയാൽ മതി. ഇത് കുതിർക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് കപ്പ എടുത്ത് തൊലി കളഞ്ഞിട്ട് അത് കഷ്ണങ്ങളാക്കിയതിന് ശേഷം വേവിച്ചെടുക്കണം. ഞാനതിന് കപ്പ കാണിക്കേണ്ട ഇതിൽ തൊലി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കട്ട് ചെയ്യാറ്. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷെ ഇതുപോലെ കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. ഇതിൽ നിറയെ വെള്ളം വെച്ചതിന് ശേഷം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം എടുത്ത് മാറ്റാറുണ്ട്. എന്നതിന് ശേഷം ഇത് പയർ കുക്കറിലേക്ക് ഇട്ട് ഞാൻ കുതിർക്കാൻ വെച്ച വെള്ളം ഇതിലൊഴിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മുന്നേ ഞാൻ നല്ലോണം കഴുകിയതാണ്. ഇതിലേക്ക് ഇനി മഞ്ഞളും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും നല്ല മുളക് പൊടി പിന്നെ ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കുതിർത്തത് കൊണ്ട് പെട്ടെന്ന് വേകും. ഒരു വിസിലിട്ടതിന് ശേഷം നിങ്ങളൊന്ന് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോയെന്ന്. എന്നതിന് ശേഷം ഇപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വെന്തതാണ്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ, അത് വെള്ളം കളഞ്ഞിട്ട് വേവിച്ച് വെച്ച കപ്പയാണ്. ഇതും ഈ പയറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ പയറിൽ ആദ്യം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കും. അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും, കാരണം ഉപ്പ് ആദ്യം നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം. എന്നതിന് ശേഷം ഇത് വെയിറ്റ് ഇതിൽ ഒരു വിസിൽ വന്നാൽ മതി. കാരണം ആൾറെഡി ഇത് വെന്തതാണ്. എന്നതിന് ശേഷം ഒന്ന് ചേർക്കണം. പിന്നെ ഇതിലേക്ക് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കണം. പിന്നെ ഒരു പ്രാവശ്യം തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ. ഇന്ന് നമുക്ക് കപ്പ കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം.